എന്റെ ആഴിയിൽ അലയും നേരം നീ എന്നാശ്വാസമേ. ഇരുളിൻ താഴ്വരയിൽ ഞാൻ നടന്നാൽ എൻ വഴി കാട്ടി നീ. നിന്റെ കാരം എന്മേലുണ്ടെന്നും നന്ദി മാത്രം എൻ ദേവാ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയത്തേക്കാൾ മികച്ചതാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് ഇത്ര വൈകുന്നു? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ ദൈവം എന്തുകൊണ്ട് വൈകിക്കുന്നു? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വളരെ വൈകിയാണല്ലോ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കാത്തത്? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. പ്രിയമുള്ളവരെ, കാത്തിരിപ്പ് ഒരു ശിക്ഷയല്ല. കാത്തിരിപ്പ് ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത്, ദൈവം എന്നെ മറന്നോ? ദൈവം എന്നെ മറന്നു എന്നതാണ് പലരുടെയും ചോദ്യം. മറ്റ് പലരുടെയും ചോദ്യം, ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നതാണ്. പക്ഷേ സത്യത്തിൽ ദൈവം വൈകിക്കുന്നതല്ല, പകരം അവൻ തയ്യാറാക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വിത്ത് നട്ടാൽ ഉടനെ അത് ഒരു മരമാവുമോ? ഇല്ല. അത് മണ്ണിനടിയിൽ സമയമെടുത്തു വളരുന്നു. അതുപോലെ തന്നെയാണ് നിന്റെ ജീവിതത്തിലും ഒരു മണ്ണിനടിയിലെ സീസൺ ഉണ്ടാകും. അത് കാണാൻ ഒരുപക്ഷെ നിനക്ക് സാധിക്കുകയില്ല. പക്ഷേ അകത്ത് അതിൻ്റെ വളർച്ച നടക്കുന്നു. ദൈവത്തിൻ്റെ സമയം അത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. പ്രിയപ്പെട്ടവരെ, ചില കുഞ്ഞുങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി എഞ്ചിനീയറിങ്ങും മെഡിസിനും എൻട്രൻസും ഒക്കെ എഴുതാറുണ്ട്. അവർ പഠിക്കുന്നതിനോടൊപ്പം ദൈവത്തെ കൂടുതൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമയത്ത് അവർക്ക് അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ അവർ സങ്കടപ്പെടും. ഒരു ഉദാഹരണം, ഒരു കുട്ടി അവൻ്റെ വിദേശ പഠനത്തിനു വേണ്ടി ദൂരസ്ഥലത്ത് ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവൻ ആ കോളേജിൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി
അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചു. എന്നാൽ അവന്റെ അഡ്മിഷൻ വൈകി. പകരം അവൻ ആ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചില്ല. പകരം അതിനടുത്ത് വേറൊരു കോളേജിൽ അവന് അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഇത്രയധികം അങ്ങയെ സ്നേഹിച്ചിട്ടും അങ്ങ് എനിക്ക് ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് അഡ്മിഷൻ നേടിത്തരാൻ അങ്ങയെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്കൊക്കെ ആ കോളേജിൽ, അവൻ ആഗ്രഹിച്ചിരുന്ന കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. എന്നാൽ അവന് മാത്രം ആ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചില്ല. പകരം അതിന് അടുത്തുള്ള ഒരു കോളേജിൽ അവന് അഡ്മിഷൻ ലഭിച്ചു. അവൻ സങ്കടപ്പെട്ടു. ഞാൻ ഇത്രയും അധികം പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ആ കോളേജിൽ ലഭിച്ചില്ലല്ലോ അഡ്മിഷൻ. എന്നാൽ ഒട്ടും പ്രാർത്ഥിക്കാത്ത ആൾക്ക്, എൻ്റെ കൂട്ടുകാരന്, ആ കോളേജിൽ, ഞാൻ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിച്ചുവല്ലോ എന്ന്. അവന് സങ്കടമുണ്ടായി. എങ്കിലും വേറൊരു കോളേജിൽ ലഭിച്ചല്ലോ എന്ന് വിചാരിച്ച് അവൻ ആ കോളേജിൽ ജോയിൻ ചെയ്തു. നിങ്ങൾ ഓർക്കണം, വിദേശ രാജ്യത്താണ്. ക്ലാസുകൾ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നു, അവൻ ആദ്യം ആഗ്രഹിച്ച കോളേജ് ഗവൺമെന്റ് അപ്രൂവൽ റദ്ദ് ചെയ്തിരിക്കുന്നു. അവിടെ പഠനം സ്റ്റാർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടി വന്നു. അവരുടെ പണം, അവരുടെ സമയം എല്ലാം വേസ്റ്റായി പോയ ഒരു സമയമായിരുന്നു. ഇവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കർത്താവേ, ഇന്നലെ വരെ ഞാൻ അങ്ങയെ പഴിച്ചിരുന്നു, തള്ളിപ്പറഞ്ഞിരുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലല്ലോ എന്ന്. എന്നാൽ ഇന്ന് ആ കോളേജിന് അംഗീകാരമില്ല എന്നറിഞ്ഞപ്പോൾ, എൻ്റെ കർത്താവേ, നീ എത്ര വലിയവനാണ്. നിനക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ കോളേജിൽ പഠിച്ചാൽ പ്രയോജനമില്ല എന്ന് അങ്ങ് നേരത്തെ തിരിച്ചറിഞ്ഞു. ഇതാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ഓരോ കാര്യത്തിനു വേണ്ടി ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് വൈകുമ്പോൾ നാം ദൈവത്തെ കുറ്റം പറയുന്നു. അതാണ് ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ് ടൈമിംഗ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ, പക്ഷേ ദൈവം പറയുന്നത്, ശരി, ഈ സമയത്താണ് നിനക്ക് ഉചിതമായ ഒരു സമയമെന്ന്. നിനക്കിപ്പോൾ കിട്ടിയാൽ നീ തയ്യാറായിരിക്കില്ല. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എവിടെയും എത്തിച്ചേരാത്തതെന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നീ എത്തേണ്ടടുത്ത് എത്താൻ നീ ഇപ്പോഴും രൂപപ്പെടുന്നു. അതാണ് പറയുന്നത്. നമ്മളിൽ ഉണ്ടായിരുന്ന സ്ലോനെസ്, തടസ്സം, അതിനെ രൂപപ്പെടുത്തി
നിങ്ങളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടു നടത്തുവാൻ വേണ്ടി ദൈവം തയ്യാറാക്കുകയാണ്. പലപ്പോഴും കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതിന് നല്ലൊരു മാധുര്യമാണ്. നിങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വേഗത്തിൽ കിട്ടിയ പല കാര്യത്തിനും നമുക്ക് വിലയില്ല. എന്നാൽ ഏറെ കാത്തിരുന്ന് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന്, ഉദാഹരണത്തിന് പലരും വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നതൊക്കെ പലരും കാത്തിരുന്ന് കിട്ടുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ. ആ ഒരു കാത്തിരിപ്പിന്റെ അവസാനം കിട്ടുന്ന ആ മാധുര്യം ഉണ്ടല്ലോ, ആ ഒരു മധുരം, അത് നമ്മൾ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കും. കാത്തിരിപ്പ് അത് ഏതുമായിക്കോട്ടെ. പലപ്പോഴും നാം കാണാറുണ്ട്, വിവാഹം വൈകുന്നു. പല പല കാരണം കൊണ്ട് വിവാഹം വൈകാറുണ്ട്. എന്നാൽ അവസാനം ആ ഒരു നല്ല ബന്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കിട്ടുന്ന മാധുര്യം, അത് നമ്മളെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും, ആദരിക്കും. അതുകൊണ്ടാണ് ദൈവം ചില കാര്യങ്ങൾ വൈകിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. കാത്തിരിപ്പ് സമയം ഏറ്റവും അപകടകരമായ സമയമാണ്. കാരണം അതിൽ നമുക്ക് സംശയം വരും. ദൈവം കേൾക്കുമോ? എനിക്ക് ശരിയായ വഴി തന്നെയാണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, ഓർക്കണം, ദൈവം നിശബ്ദമായിരിക്കുമ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കഥ ഇപ്പോഴും തീർന്നിട്ടില്ല. നീ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു അവസാനമല്ല, അതൊരു ചാപ്റ്റർ മാത്രമാണ്. ദൈവം എഴുതുന്ന കഥയിലെ ഒരു ഡിലേ പോലും അതിന് ഒരു പ്രത്യേക കാരണമുണ്ടാവും. ജീവിതത്തിൽ പേഷ്യൻസ് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? ദിവസവും പ്രാർത്ഥിക്കുക, നന്ദി പറയാൻ പഠിക്കുക, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക, താരതമ്യം ഒഴിവാക്കുക. കാരണം നിന്റെ ജീവിതം മറ്റൊരാളുടേതല്ല. പലപ്പോഴും പ്രിയമുള്ളവരെ, പല ബ്രേക്ക് ത്രൂ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഇന്ന് നീ കാത്തിരിക്കുകയാണ്, പക്ഷേ നാളെ നീ സാക്ഷ്യം പറയും. ഇന്ന് നീ കരയുന്നു, പക്ഷേ നാളെ നീ സന്തോഷത്തോടെ പറയാം, ദൈവത്തിൻ്റെ സമയം ശരിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്. ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. വെയിറ്റ് ചെയ്യുക, വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കുന്നു. നീ ഇപ്പോൾ കാണുന്നില്ലെങ്കിൽ പോലും അവൻ നിനക്ക് വേണ്ടി വഴി ഒരുക്കുകയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം വരും. അതുവരെ വിശ്വാസം വിട്ടുകളയരുത്. ദൈവം നിന്നെ മറന്നിട്ടില്ല, അവൻ നിന്നെ തയ്യാറാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായാൽ ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇതുപോലെ ഓരോ ദിവസവും നമുക്ക് ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വാക്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും
ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.